ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് ചെറിയൊരു വ്ളോഗുമായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ കാണുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് ഞാൻ ചപ്പാത്തിയും അതുപോലെ തന്നെ ചപ്പാത്തിയിൽ തേങ്ങയും പഞ്ചസാര ഇട്ടിട്ട് ഒരു അടയാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. അപ്പോൾ കക്കക്കാണ് കേട്ടോ ചപ്പാത്തി, മക്കൾക്ക് ചപ്പാത്തി അല്ലാണ്ട് ഒരു ടേസ്റ്റിലായിക്കോട്ടെ എന്ന് വിചാരിക്കുകയാണ്. പിന്നെ തലേന്നത്തെ നെത്തല മുളകിട്ടതുണ്ട് കേട്ടോ ചപ്പാത്തിക്ക് കൂട്ടാനായിട്ട്. പിന്നെ ചായ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള തേങ്ങ പൊളിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പാര പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ കൊടുവാളുമ്മൽ ആദ്യമൊന്നും തീരെ പൊളിക്കാൻ അറിയില്ല കേട്ടോ. അപ്പം എന്നാലും കുറച്ചൊക്കെ പൊളിക്കാനൊക്കെ അറിയാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയും പഞ്ചസാരയും ഇട്ടിട്ട് വാട്ടൊന്നും ചെയ്യൂല കേട്ടോ. വാട്ടൊന്നും ചെയ്യാതെ ചപ്പാത്തി സാധാ ചപ്പാത്തിക്ക് പരത്തും പോലെ പരത്തിയിട്ട് അതിൽ വെച്ചിട്ട് മടക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പത്തിരിയിലും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അട തന്നെ പല നാട്ടിലും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് അല്ലേ. ഇലയുടെ ആയിട്ടൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ചെറുപ്പത്തിലെ അമ്മ ഉണ്ടാക്കി തരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കേട്ടോ. പത്തിരി പരത്തിയിട്ട് അതിൽ തേങ്ങയും പഞ്ചസാരയും ഇട്ടിട്ട് നല്ലപോലെ ചുട്ട് രണ്ട് ഭാഗം ഇങ്ങനെ ഇളം തീയിലിട്ട് ചുട്ടെടുക്കുമ്പോൾ ആ പഞ്ചസാരൊക്കെ ഒന്ന് മെൽട്ടായി വന്ന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം അത് ആദ്യമേ കഴിക്കുന്നതിനോട് എല്ലാവർക്കും ഇഷ്ടമാണ്. മക്കൾക്ക് എൻ്റെ അത്ര ഇഷ്ടമുണ്ടോയെന്നുള്ളതില്ലെങ്കിലും കൂടിയിട്ട് കുഴപ്പമില്ലാണ്ട് മക്കളും കഴിക്കും കേട്ടോ. അപ്പോൾ അതാ തേങ്ങ പൊളിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ കേട്ടോ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ചേരിപ്പൊളിയൊക്കെ ഒന്ന് ഇങ്ങനെ വിടർത്തി വെക്കുകയാണ് കേട്ടോ, ഒന്ന് അടർത്തി എടുക്കുകയാണ്. എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഇപ്പം കഴിയുന്നുണ്ട്. ആദ്യം തീരെ പറ്റൂല ഇനി. അപ്പോൾ അതാ ഞാൻ ചേരിപ്പൊളിയൊക്കെ ഒന്ന് അടർത്തി എടുക്കുകയാണ്. പിന്നെ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ. ഇനി ആ തേങ്ങ ഒക്കെ ചിരണ്ടി എടുക്കണം. ഇപ്പോൾ മക്കൾ രാവിലെ മദ്രസയിലൊക്കെ പോകുന്നതിനോണ്ടാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഇങ്ങനത്തെ പണികളൊക്കെ കുറച്ചൊക്കെ ഓലും ഹെൽപ്പ് ചെയ്തിരും, തേങ്ങ ചിരണ്ടലും ഒക്കെ. ഇനിയിപ്പോൾ അതാ അതിൻ്റെ ആ ചേരുത്തുമ്പും കൂടെ പോക്കിയാൽ സംഭവം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ രാവിലെ ഇങ്ങനത്തെ പണിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചായ ആവണമെങ്കിൽ തലേന്ന് തേങ്ങ ഒക്കെ പൊളിച്ച് വെക്കണം കേട്ടോ. നല്ല തലേന്ന് എനിക്ക് നേരം ഉണ്ടായില്ല കേട്ടോ. വൈകുന്നേരം ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴേക്കും ക്ഷീണിക്കും കേട്ടോ. നമ്മളിപ്പോൾ 1-2 മണിക്കൂർ മക്കളുമായിട്ടുള്ള ഒച്ചയും പടയാകുമ്പോൾ പിന്നെ നമുക്കൊരു ക്ഷീണമാണല്ലോ. പിന്നെ ഇപ്പം വൈകുന്നേരം അതിനെക്കൊണ്ട് അതിൻ്റെ മുൻപ് ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ട് വെക്കും കേട്ടോ. ആദ്യം ഇപ്പോൾ സ്കൂൾ തുറക്കുന്നവരെയൊക്കെ ഞാൻ രാവിലെ അതിന് ട്യൂഷൻ, അതിനെക്കൊണ്ട് വൈകുന്നേരമാണ് ചപ്പാത്തി പണിയൊക്കെ എടുക്കുക. അത് രാത്രി ചപ്പാത്തി വേണം. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ വേഗം 5:30 മുന്നേ അതൊക്കെ റെഡിയാക്കി വെക്കലാണ് കേട്ടോ. അല്ലാണ്ട് പിന്നെ ചിലപ്പോൾ എനിക്ക് കഴിഞ്ഞോളമില്ല. പിന്നെ ഇപ്പം ഞാൻ കുറച്ചായി വ്ളോഗും അല്ലാത്ത എൻ്റെ വീഡിയോസൊക്കെ ഇടാറില്ല കേട്ടോ. കുറച്ചൊക്കെ ഇടക്കും തലക്കുമൊക്കെ ഓരോന്ന് ഇടുക എന്നല്ലാണ്ട് കൂടുതലായിട്ടും ഇപ്പോൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഇടുന്നത്. അത് മോളാണ് ഇടാറുള്ളത്. പിന്നെ ഇതാ തേങ്ങയൊക്കെ അതാ വർത്താനം പറഞ്ഞുകൊണ്ട് ഇതാ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ടൊന്ന് ചിരണ്ടി എടുക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലോണം തേങ്ങ വേണമല്ലോ. അപ്പോൾ അത് ഈ ഒരു തേങ്ങക്കുള്ളത് പിന്നെ അങ്ങനെ അടയാക്കുക, ബാക്കി ചപ്പാത്തി ആക്കുക എന്നുള്ള വിചാരമാണ് കേട്ടോ അപ്പോൾ എനിക്കുള്ളത്. അപ്പോൾ ബാക്കിയുള്ളത് ഇനിയിപ്പം ബാലൻസ് ഉണ്ട് രാത്രി എടുക്കുകയും ചെയ്യാമല്ലോ, അല്ലെങ്കിൽ പിന്നെ ചുടേണ്ടി വരും കേട്ടോ. അപ്പോൾ അതാ ഒരു മുറി ചിരണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിത് ഫുള്ളായിട്ട് ചിരണ്ടി ഇല്ല എന്നും തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് മതിയാവയ്ക്കുമെന്ന് വിചാരിച്ച് പിന്നെ ഞാനങ്ങ് നിർത്തിയേ. ഒരുപാട് പേര് അതുപോലെ തന്നെ ഷോർട്സ് മാത്രം കാണുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്കൊരു സുഖം ഷോർട്സ് കാണാനാണല്ലോ. അപ്പോൾ ഷോർട്സ് കാണുന്നവർ ഇടയ്ക്കെങ്കിലും വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇത് വെള്ളിയാഴ്ച ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ മദ്രസ ഇല്ല. സ്കൂളിൽ പോവുകയാണെങ്കിൽ രാവിലെ ഫുള്ള് തിരക്കായിരിക്കും. രാവിലെ ഒരാൾ 6:30 ആകുമ്പോഴേക്കിനും മദ്രസ തുടങ്ങും കേട്ടോ. അപ്പോൾ ഒരു 6:15, 6:10 ആവുന്ന സമയത്ത് പോകണം. അടുത്ത ആൾക്ക് 7:30 ഉള്ളിലായിട്ട് ഇറങ്ങണം. അതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ കാക്ക ഇറങ്ങും പൊലിച്ചക്ക്. അങ്ങനെയൊക്കെ പിന്നെ അത് കഴിയുമ്പോഴേക്കിനും ചെറുത് എണീക്കും. പിന്നെ വീട്ടിലെ പണി മോളും ഞാനും അങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ ഓരോ തിരക്ക് പിടിച്ച പണികളായിരിക്കും കേട്ടോ. പിന്നെ വൈകുന്നേരം ട്യൂഷനുമായിട്ട് അങ്ങനെ നേരം പോണത് ഇപ്പോഴാരും അറിയില്ല കേട്ടോ. സമയമല്ല ഒന്നിനും. പിന്നെ ഇതാ തേങ്ങ ഒക്കെ ചിരണ്ടി കഴിഞ്ഞാൽ ഞാനിത് ഇതിലുള്ള തേങ്ങൻ്റെ പൂളുകളുണ്ടല്ലോ, ചിരട്ട കൂടിയ സംഭവങ്ങൾ, അതൊക്കെ ഞാനൊന്നും എടുത്ത് കഴിയുന്നതും മാറ്റി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ അട ഉണ്ടാക്കാൻ വേണ്ടി ചപ്പാത്തിൻ്റെ മാവ് ഇങ്ങനെ പിന്നെ മടക്കി എടുക്കുമ്പോൾ ഇത് കുത്തിയിട്ട് അവിടെയൊക്കെ കീറിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിയുന്നത് ഞാൻ മാറ്റി കൊടുത്ത് പിന്നെ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തേ. ഞാൻ 2.5 സ്പൂണോളാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. പക്ഷേ എനിക്ക് മധുരം കുറവായിന് കേട്ടോ. അട ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം മധുരം വേണേ.
അത് വിചാരിച്ചിട്ട് മധുരമുള്ള പലഹാരങ്ങളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ലഡു ഒക്കെ ഇഷ്ടമുണ്ട്, അല്ലാതെ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇങ്ങനത്തെ തേങ്ങയും പഞ്ചസാരയൊക്കെ ഇടുമ്പോൾ എനിക്ക് അത്യാവശ്യം മധുരം വേണം. ഇനി 10 മണിക്കൊക്കെ ഞാൻ കറിയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഇങ്ങനെ തേങ്ങയും പഞ്ചസാരയും വെറുതെ ഇട്ടിട്ട് പത്തിരിക്ക് കൂട്ടി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഞാൻ 10 മണിക്ക് തിന്നുന്നതാണ് പഴവും അവിലും കുഴച്ചിട്ട് കേട്ടോ, അത് തിന്നലുണ്ട്. ആദ്യമൊക്കെ ഞാൻ പഴഞ്ചോറ് എന്ന് പറയുമ്പം വിചാരിക്കൽ പഴം കുഴച്ച ചോറ് എന്നാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ അധികം കഴിക്കാറുള്ളത് നമ്മൾ കറി കൂട്ടൂല, ഉപ്പേരി കൂട്ടൂല, മീൻ പൊരിച്ചത് കൂട്ടൂല, അങ്ങനെയുള്ളൊരു കളിയാണ് കേട്ടോ ചെറുപ്പത്തിൽ. അന്നേരം കൂടുതലും ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ കഴിച്ചിട്ടുള്ളത് പിന്നെ പഴം കുഴക്കും കേട്ടോ, ചോറിൽ അവിലൊക്കെ കുഴച്ച് തിന്നും പോലെ അങ്ങനെയാണ് കേട്ടോ തിന്നിട്ടുണ്ടായിനി. അപ്പം ഞാൻ വിചാരിച്ചത് ഇതാണ് പഴഞ്ചോറ്, പഴഞ്ചോറിനെ പോലെ എല്ലാവർക്കും ഇഷ്ടമാണ്, അങ്ങനെ കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിനിയത്. അതിൻ്റെ ഇടയിൽ ഇതാ ആദ്യം പരത്തിയ ചപ്പാത്തിയൊക്കെ കുളമായിട്ടുണ്ട് കേട്ടോ. മക്കൾ ഇതാ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലേറ്റും വെള്ളക്കുപ്പിയും ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ടാമതും ഇതാ കുറച്ചും കൂടെ പൊടിയിട്ടിട്ട് ഒന്നും കൂടെ പരത്തി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാണ് കേട്ടോ പരത്തുന്നത്. ഇനിയും അങ്ങനെ ഒട്ടി കയറി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അധികം വലുതാക്കി പരത്താണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അജിത അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇന്ന് ബസ് കിട്ടിയില്ല കേട്ടോ. ബസ് കിട്ടാതെ സമയം 5 മിനിറ്റ് വൈകി പോയിട്ടുണ്ട്. അട ഉണ്ടാക്കലും എല്ലാം കൂടെ ആയിട്ട്. അതാണ് തേങ്ങയൊക്കെ നമ്മൾ തലേന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ്റെ ഭൂപടമാണോ എന്താണെന്നൊന്നും അറിയില്ല. ഏതായാലും ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വോയിസ് കൊടുക്കാൻ നോക്കുകയാണെങ്കിൽ എന്തായാലും കോഴീൻ്റെ ഒരു കൂവൽ മസ്റ്റാട്ടോ. അതെന്തായാലും ഉണ്ടാവും, അത് പിടിച്ചേക്കാൻ കഴിയില്ലേ, അത് ഇടയ്ക്കിടയ്ക്കൊന്ന് കൂവും. അപ്പോൾ അതാ ഞാൻ ചപ്പാത്തി ആദ്യം തന്നെ ഒരു 4-5 എണ്ണം ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ തീരുകയാണെങ്കിൽ ബാക്കി ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം വേഗം ഇതാ പരത്തി എടുക്കുകയാണ്. അപ്പോൾ കാക്ക പെട്ടെന്ന് വന്നു വിട്ടാൽ കാക്കയ്ക്കുള്ളത് അവിടെ റെഡിയായി നിന്നാൽ തന്നെ പകുതി സമാധാനമാണല്ലോ. പിന്നെ നമ്മൾ അത് നോക്കി നിൽക്കണ്ടല്ലോ. പിന്നെ എൻ്റെ കോഴിനെപ്പോറ്റൽ എന്താണെന്ന് അറിയില്ല, ഒരു ലാഭവും ഇല്ലാത്തൊരു കച്ചവടം കേട്ടോ. അപ്പോൾ എൻ്റെ കോഴിനെപ്പോറ്റൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു 10-60 കോഴിനെ തന്നെ പോറ്റി. പക്ഷേ എനിക്ക് ആകെ ഒരു കോഴീനാണ് വിൽക്കാൻ പറ്റിയത്. ഒരു 5 കോഴിമുട്ടയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേറൊരു ലാഭവും കോഴിമൻ നിൽക്കുന്നുണ്ടായില്ല. കോഴി ഇങ്ങനെ നായ കൊണ്ടുപോവുകയാണേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിടിക്കും, അതെന്നിട തുറന്നാൽ പിടിക്കും, അതാണ് എൻ്റെ അവസ്ഥ. ബാക്കി കുറേ കോഴികൾ അവിടെ ഇവിടെയൊക്കെ അല്ലാത്തവരത് കാണും, ഓരതൊന്നും നായ്ക്ക് വേണ്ട. ഞാൻ എപ്പോഴാണോ തുറക്കണത് അന്നേരമാണ് കേട്ടോ നായി വരികയും പിടിക്കുകയും ചെയ്യുക. അങ്ങനെ എന്താണെന്നറിയില്ല. പിന്നെ ഞാൻ 2 എണ്ണം അറുത്തിട്ടോ. അതന്നെങ്കിലും മക്കൾ കഴിക്കുക ചെയ്താൽ വെറുതെ നായൻ്റെ വള്ളിലേക്ക് എത്തിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതാ ചപ്പാത്തി ഞാൻ ഒന്ന് പരത്തിയെടുത്ത് തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ മടക്കലാണ് കേട്ടോ. പ്രസ്സിൽ പരത്തുകയാണെങ്കിൽ നല്ല റൗണ്ടായിട്ട് തന്നെ കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മടക്കിയെടുക്കാൻ സുഖമായിരിക്കും കേട്ടോ. ഞാനിതാ ഇതുപോലെ അങ്ങോട്ട് മടക്കി എടുക്കുന്നുണ്ട്. അവിടെയും ഇവിടെയൊക്കെ കീറുന്നുണ്ട്. ക്യാമറയിലായിട്ടാട്ടോ, ക്യാമറയും കൂടെ പിടിക്കുന്നതിനെ കൊണ്ടാണ്. പിന്നെ ഞാൻ ഇനി അങ്ങനെ കഷ്ടപ്പെടണ്ട വിചാരിച്ചിട്ട് പ്രസ് എടുത്തിട്ടോ. പ്രസ്സിൽ കുറച്ച് ഓയിൽ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇതാ എന്നിട്ട് 2 എണ്ണം 3 എണ്ണം ഒക്കെ വെച്ചിട്ട് പാനിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു ഭാഗമായി വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ കഴിയുന്ന ചെറിയ തീയിലിട്ട് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്നാലേ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുള്ളൂ കേട്ടോ. ഉള്ളിലുള്ള ആ പഞ്ചസാരൊക്കെ നല്ലപോലെ ഒന്ന് മെൽട്ടായിട്ട് നല്ലൊരു ടേസ്റ്റ് വരും. എനിക്കിത് ചൂടോടെ കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിലും കൂടിയിട്ട് തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അങ്ങനെ മക്കളൊക്കെ അത് അടയൊക്കെ കഴിച്ച് അജു സ്കൂളിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു 2 ആളും പോയേ. ഫസ്റ്റത്തെ പോക്കാണ് കേട്ടോ അത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ വെള്ളിയാഴ്ചയാണല്ലോ. ഏതായാലും ബസ്സൊക്കെ പോയി തിരിച്ച് വന്ന് പിന്നെ ഞാൻ കാക്കൻ്റെ ഏട്ടൻ്റെ മോൻ്റെ പരം ബൈക്കുമേലെ അങ്ങ് പറഞ്ഞയച്ചിട്ടോ സ്കൂളിലേക്ക്. പിന്നെ സ്കൂൾ ഒഴിവാക്കിയാലൊന്നും ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ പറ്റൂലല്ലോ, വെറുതെ ഒരു ലീവ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ പറഞ്ഞയച്ചു. റിച്ചു അല്ലാതെ അങ്ങ് ബസ് കിട്ടാഞ്ഞപ്പോൾ അങ്ങ് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതാ ഗ്യാസ് അടുപ്പൊക്കെ അത് നന്നായിട്ട് നാശമായിട്ടുണ്ട്. അപ്പം ഞാൻ ഗ്യാസ് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വലുതായിട്ട് ക്ലീൻ ചെയ്യാതൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതാ കോഴിക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കാണ്. തേങ്ങാപ്പിണ്ണാക്കും ചോറും എല്ലാം കൂടെ പൊതിർത്തിയിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ അതാ കോഴിക്ക് കൊടുത്തതിന് ശേഷം ഞാൻ ഇതാ 2 അട എടുത്ത് കഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയത്തേക്ക് ഞാനില്ല കേട്ടോ വീഡിയോയിൽ. ഇപ്പോഴും ഞാനില്ല, എന്നാലും ഞാൻ പോയ സ്ഥലമല്ല കേട്ടോ കാണിക്കുന്നത്. മക്കൾ JDT സ്കൂളിൽ പോയതാണ്, മോളെ ഫ്രണ്ട്സും കൂടിയിട്ട്. ഇപ്പം അത്യാവശ്യം നല്ല മഴ അല്ലേ. മഴ കൊണ്ട് ഓരോ സ്ഥലത്ത് അപകടങ്ങളും ഉണ്ട്. കുറേ സമയം നമുക്ക് ചൂടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല.
ഇപ്പോഴാണെങ്കിൽ 4 മഴ അടുപ്പിച്ച് പെയ്തപ്പോഴേക്കിനും ചിക്കാനും സ്ഥലമില്ല, അങ്ങനെ ഒരു സ്ഥിതിയിലാണല്ലേ. എന്നാലും നമുക്ക് വെള്ളത്തിന് മഴ വേണാനും. ഏതായാലും ഇതാ കണ്ടോ, പെരും മഴയാണ് ബസ്സിൽ പോകുന്ന സമയത്ത്. JDTയിലാണ് ഞാൻ 3-ാം ക്ലാസ്സും 4-ാം ക്ലാസ്സും പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ +1ഉം +2ഉം JDTയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സ്കൂളാണ്. നമുക്ക് പോയി വരാനും സുഖമാണ്. അവിടെ പഠിപ്പിക്കലും സാർമാരും ഒക്കെ നല്ലതാണ് കേട്ടോ. നല്ല പഠിപ്പും നല്ല സൗകര്യങ്ങളും ഒക്കെ ഉള്ള സ്കൂളാണ് കേട്ടോ. അപ്പോൾ എന്ന് നമുക്ക് ഓർക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ, മക്കൾ അവിടെ പഠിക്കുക എന്ന് പറയുമ്പോൾ അത് കൂടുതൽ സന്തോഷമാണല്ലോ അല്ലേ. അപ്പോൾ അതാ അവർ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോരുകയാണ് കേട്ടോ. കുന്നമംഗലത്തെത്തിയപ്പം ഏതോ ഒരു കൂൾ ബാറിൽ കയറിയിട്ട് ജ്യൂസൊക്കെ കഴിക്കുകയാണ്. ജ്യൂസും എന്തോ സ്നാക്സൊക്കെ കഴിക്കുന്നുണ്ട്. ഓരോരുത്തർ ഓരോന്നാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. നമ്മളെത്ര പുറത്തു കൊണ്ടായാലും ഫ്രണ്ട്സുകളുടെ കൂടെ പുറത്ത് പോകാൻ അവർക്ക് പ്രത്യേക ഒരു ഇഷ്ടമായിരിക്കും അല്ലേ. അത് ഞമ്മക്കായാലും ഞമ്മക്കും നമ്മളെ ഫ്രണ്ട്സുകളുടെ കൂടെ ഒക്കെ ഒന്ന് പുറത്ത് പോകാന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. ഫാമിലീൻ്റെ കൂടെ ഉള്ള സന്തോഷം വേറെ, ഫ്രണ്ട്സുകളുടെ കൂടെ പോകുന്ന സന്തോഷം വേറെ, അങ്ങനെയാണല്ലോ അല്ലേ. ഒരു 3 മണിയോട് കൂടിയൊക്കെ അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തി കേട്ടോ.